നമസ്കാരം. നമ്മളെന്തൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുടംപുളി ഉണങ്ങുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. നമ്മുടെ വീടിന് മുറ്റത്തായിട്ട് വലിയൊരു കുടംപുളി മരം ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് കുറെ നാളുകളായിട്ട് അതിന്റെ അകത്ത് ഒരു എത്ര കിലോ പുളി കിട്ടും നമുക്ക്? നമുക്കൊരു 5-8 കിലോ പുളി കിട്ടും. 5-8 കിലോ പുളിയൊക്കെ കിട്ടും. അപ്പൊ ഒത്തിരി വലിയ ബൾക്ക് വലിയ ആൾക്കാർക്ക് കിട്ടുന്ന പോലെ പുളിയല്ല നമുക്ക് കിട്ടുന്നത്. പക്ഷെ നമുക്കൊരു 10 കിലോയുടെ ഉള്ളിലുള്ള പുളി, ഒരു 10 കിലോയൊക്കെ കിട്ടും അല്ലേ? അത്രയും പുളി കിട്ടും. അപ്പൊ ആ പുളി എങ്ങനെയാണ് ഉണങ്ങണേന്നാണ് ഇന്ന് അമ്മ കാണിക്കാൻ പോകുന്നത്. അമ്മയ്ക്ക് അങ്ങ് വയ്യാണ്ടിരിക്കണം, പുളി ഉണങ്ങി മടുത്തമ്മ. അപ്പൊ ഇത് കളയാനും അമ്മയ്ക്ക് ഇഷ്ടമല്ല. അപ്പൊ ഉണങ്ങുന്ന രീതി നിങ്ങളെ കാണിക്കാന്ന് വിചാരിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? നമ്മള് പാട്ടിലൊക്കെ കേട്ടില്ലേ, കുടംപുളി ഇട്ട് വെച്ചാൽ നല്ല ചെമ്മീൻ കറിയല്ലേ? അപ്പൊ കുടംപുളി ഇട്ട് മീൻകറി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോട്ടയം സ്റ്റൈൽ മീൻകറിയിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ കുടംപുളി ഇടുന്നത് അല്ലെ? മുകളിലേക്കൊക്കെ ഉള്ള കോഴിക്കോട്, കാസർഗോഡ് അങ്ങോട്ടൊക്കെ പോയി പിഴിപുളി, വാടംപുളിയാണ് ഇടുന്നത് അല്ലെ? അപ്പൊ നമ്മുടെ ഈ കുടംപുളി ഇട്ട് വെച്ച മീൻകറിക്ക് ഭയങ്കര ടേസ്റ്റ് ആണ്. പക്ഷെ ഈ ടേസ്റ്റ് നന്നായിട്ട് മീൻകറിക്ക് കിട്ടണമെങ്കിൽ പുളി നല്ലതായിരിക്കണം. നമ്മൾ ഇടുന്ന പുളിക്ക് കാരച്ചവ ഉണ്ടെങ്കിൽ മീൻകറി കാരം ചവയ്ക്കും, മീൻകറിക്ക് ഒരു കയ്പ് ഉണ്ടാവും, രുചി ഉണ്ടാവത്തില്ല അല്ലെ? നന്നായിട്ട് പുളി ഉണങ്ങണേലും കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അല്ലെ? അപ്പൊ പുളി ഉണങ്ങുമ്പോ കുറെ കാര്യങ്ങൾ ശ്രദ്ധിച്ചുണങ്ങിയാൽ മാത്രമാണ് ഈ പറയുന്ന രീതിയിലുള്ള നല്ല പുളി നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ എങ്ങനെയാണ് പുളി ഉണങ്ങുന്നത്, എന്തെല്ലാം രീതിയിലാണ് പുളി ഉണങ്ങുന്നത് നമുക്കൊന്ന് കാണാം. അപ്പൊ ഞാനിത് രാവിലെ എഴുന്നേക്കുമ്പോൾ ഓരോ കൊട്ട പുളി എനിക്ക് കിട്ടും. നമ്മുടെ പുളി കുലുക്കാനൊന്നും പറ്റില്ല, ഇച്ചിരി വലിയ പൊക്കമായതുകൊണ്ട് ആ പുളിമരത്താൽ ഇങ്ങനെ കുലുക്കി പുളി പറിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്കിതിനെ വീഴുന്നത് തന്നെ ഇതിന് ഭയങ്കര ഞെട്ടുകനമാണ്. ഇത് കണ്ട ഈ പുളിക്ക് ഭയങ്കര ഞെട്ടുകനമാണ്. അപ്പൊ ഇത് വീഴാനും പാടാം. അങ്ങനെ പഴുത്ത് കിടക്കുന്നത് കണ്ടാൽ നമുക്ക് കൊതിയൊന്നും കളഞ്ഞേച്ച് പാനും തോന്നുന്നില്ല. പക്ഷെ നമ്മളിതെല്ലാം ഇങ്ങനെ പിറക്കിയിട്ട് ഞാനിതെല്ലാം ഇങ്ങനെ പിറക്കും. രാവിലെ ഇപ്പൊ ഈ കൊട്ടയ്ക്കകത്ത് പറയുന്നത് ഇതിനകത്ത് പറയുന്നുണ്ട്, ഇവിടെ കീറി ഉണ്ടോ. അപ്പൊ ഞാൻ ഈ പുളിയെല്ലാം ഇങ്ങനെ പിറക്കിയിട്ട് രാവിലെ പിറക്കി ഇതെല്ലാം കീറിയിട്ട് ഇതിനകത്തെ അരിയൊക്കെ കളഞ്ഞിട്ട് ഞാൻ കഴുകും. എല്ലാവരും ഒന്നും കഴുകത്തില്ല പുളി. കഴുകാനുള്ള ഒരുപാട് പുളി തന്നെ കഴുകാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് കുറേശ്ശെ ഇങ്ങനെ വീണ് കിട്ടുന്നതുകൊണ്ട് ഞാനിത് നല്ലപോലെ വെള്ളത്തിലിട്ടൊന്ന് കഴുകി കൊട്ടയ്ക്കകത്ത് വാരി വെച്ച് വെള്ളം തുറന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ഇത് ഉണങ്ങുന്ന സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് എല്ലാം കമത്തി വെച്ചിട്ട് നമ്മൾ പുകയിട്ട് കഴിഞ്ഞിട്ട് ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് ഈ അകത്തെ വെള്ളമെല്ലാം വലിയും. അപ്പൊ ഞാൻ എന്നെ കാണിക്കുമെന്നറിയാമോ, ഇത് പിന്നെ വെള്ളം തിരിച്ചു വെക്കും, മലത്തി വെക്കും. അങ്ങനെ ഇതിന്റെ പുറം ഉണങ്ങുള്ളൂ. അപ്പൊ അങ്ങനെ മലത്തി വെച്ചിട്ട് ഞാനിങ്ങനെ തീയിട്ടിട്ടാണ് നമ്മൾ ഈ പുളി ഉണങ്ങുന്നത്. പുളി ഉണങ്ങുന്നത് സാധാരണ നമ്മുടെ ഈ പുളി ഞങ്ങളുടെ ഈ പുളി ഉണങ്ങണമെങ്കിൽ ഒരു 5 ദിവസമെങ്കിലും ഈ പുകയത്ത് ഇങ്ങനെ കിടക്കണം. ഇതിന് വലിയ പുളി നമ്മുടെ പുളിക്ക് ഭയങ്കര കനമാണ് അപാര പുളിയായതിന് കേട്ടോ. ഇപ്പൊ നമ്മളൊരു 1 കിലോ മീൻ വെക്കുകയെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പുളിയുടെ ഉണങ്ങിയ പുളി 2 ചോള പുളി ഇട്ടാൽ മതി. ഇത് കീറുമ്പോൾ 2 ചോളയാവും. അപ്പൊ അങ്ങനെ അത്രയും പുളി ഇട്ടാൽ മതി. അപ്പൊ അതുപോലെ ഭയങ്കര പുളിയുള്ള ഒരു പുളിയാണ് നമ്മുടെ പുളി. ഇങ്ങനെ ഇരിക്കുക കണ്ട, അത് നമ്മളിങ്ങനെ കൈകൊണ്ട് എടുക്കണം. ഇങ്ങനെ ഈ അരി കളഞ്ഞിട്ട് നമ്മൾ ഈ പാത്രത്തിൽ ഇങ്ങനെ ഇട്ടിട്ട് പുളി കഴുകാൻ പോവാണ് കേട്ടോ. അതെ, നമ്മൾ ഒരു ബക്കറ്റ് കുറേ പുളി ഉണ്ട് കേട്ടോ. നമ്മൾ നന്നായിട്ടൊന്ന് കഴുകി എടുക്കുക. അപ്പൊ ഈ മണ്ണിനകത്തൊക്കെ അല്ലേ ഇത് വീഴുന്നത്. അപ്പൊ ആ മണ്ണും ചെളി അല്ലെ അത് അങ്ങനെ ഇരുന്ന് ഉണങ്ങുമ്പോൾ ആ പുളിക്കൊരു മണ്ണിന്റെ ഒരു വരും. അപ്പൊ നമ്മളതിങ്ങനെ വെള്ളം ഒഴിച്ച് ഇപ്പൊ നമ്മൾ ആദ്യം ഉണ്ടല്ലോ ഈ ബക്കറ്റിലേക്ക് നമ്മളൊരു പന്ന ബക്കറ്റിന്റെ അകത്താണ് ഇവിടെ എടുത്തേക്കണം. കാരണം കറ പറ്റും അല്ലെ? ഈ സ്റ്റീലിലൊന്നും എടുക്കാൻ പറ്റത്തില്ല, പ്ലാസ്റ്റിക്കിന്റെ ബക്കറ്റിൽ എടുത്താണ്. അപ്പൊ ഒരു കഴുകിയതിന് ശേഷം വീണ്ടും നമുക്ക് വേറെ പാത്രത്തിലേക്ക് ഇട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം അല്ലേ? നമ്മളിങ്ങനെ കൊട്ടയ്ക്കകത്തോട്ട് കഴുകി വാരും. അപ്പൊ ഇതിന്റെ അഴുക്കെല്ലാം ഇങ്ങനെ പോകും കേട്ടോ. സാധാരണ ഒത്തിരി പുളിയുള്ളവർക്ക് ഇങ്ങനെ കഴുകാനൊന്നും പറ്റത്തില്ല അല്ലേ? ഇവിടെയാണ് കേട്ടോ നമ്മള് പുളി ഉണങ്ങണ സ്ഥലം അല്ലേ? ഇന്നലെ ഇട്ട പുളിയാണ് ഇത്. പുളിയെല്ലാം വാടിയിട്ടുണ്ട്. അപ്പൊ ഞാനതൊരു കോണിലോട്ട് ഇങ്ങനെ മാറ്റി. അല്ല ഇന്നത്തെ പുളി ഇടാൻ പറ്റൂല. അതെ ഇങ്ങനെ ഇതിപ്പോ ഇതിങ്ങനെ കിടക്കുമ്പോൾ നമ്മൾ ഉണങ്ങുന്ന ഇതിൽ നിന്ന് പിറക്കി എടുക്കും. ചിലപ്പോൾ ഇന്നലെ വൈകിട്ട് ഞാൻ പിറക്കി എടുത്തത്. അതുകൊണ്ട് ഇന്ന് രാവിലെ ഇപ്പൊ ഇല്ല പുളി. അപ്പൊ ഇത് നന്നായിട്ട് ഇനി ഇവിടെ കിടന്നുകൊണ്ട് ഇവിടെയാണ് പുകയിടുന്നത്. അപ്പൊ ഇന്ന് കഴുകിയ പുളി കഴുകി വെള്ളമൊക്കെ പറഞ്ഞ് ഇതിങ്ങനെ കുടഞ്ഞങ്ങിടുക. ഞാൻ കമത്തി വെക്കണം അല്ലേ വെള്ളം പോകാനായിട്ട് അല്ലേ? ഈ കമത്തി വെക്കണം എന്ന് പറയാൻ കാരണം എന്താ പറയാ, അല്ലെങ്കിൽ വെള്ളം അതിന്റെ അകത്ത് കുടത്തിൽ വെള്ളം ഇരിക്കണ പോലെ അതിൽ ഇരിക്കും. അപ്പൊ ഉണങ്ങാൻ പാടാം. അതായത് എല്ലാം ഇങ്ങനെ പറക്കി നിരത്തിയാൻ വെക്കും. ഞാൻ ഒത്തിരി പുളി ഉള്ളവരൊന്നും നിരത്തത്തില്ല കേട്ടോ. ചുമ്മാങ്ങിടുകയുള്ളൂ. വലിയ ചിമ്മിനി വലിയ പൊക്കമുള്ള അടുപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് കുറച്ചായതുകൊണ്ട് ഇങ്ങനെ വെള്ളം കൃത്യമായിട്ട് നോക്കി ചെയ്യാം അല്ലേ? നമ്മുടെ നമ്മുടെ പുളി ഇടുന്ന സ്ഥലം പൊക്കം കുറവാണ്. പൊക്കം കൂടുതൽ എടുക്കാൻ നമ്മളിങ്ങനെ പിറക്കി അടുക്കാനൊക്കെ പുക എന്നാൽ പിന്നെ ഒട്ടും ചെയ്യത്തില്ല കേട്ടോ. ഇത് ഞങ്ങളിത് പുറകിലും ഉണ്ടാക്കിയത്. ഇത് ഈ ചാക്കൊക്കെ വെച്ച് കിട്ടിയാണ് എന്താ പറയുക, പുക പുറത്തേക്കൊന്നും പോകാതിരിക്കാനായിട്ട് പല സെറ്റപ്പുകളാണ് കേട്ടോ. ഇതിനടിയിലാണ് ഇത് കണ്ടില്ല, ഇതൊക്കെ വെച്ച് സെറ്റ് ചെയ്തേക്കുന്നതാണ്. വലിയ പുളി ഉണക്കുകാർക്കൊക്കെ വലിയ പുളി ഉണങ്ങനെ ഷെഡ് പോലെ സംഭവങ്ങളൊക്കെ ഉണ്ട് അല്ലേ? ഇതിന്റെ അടിയിലാണ് കേട്ടോ നമ്മള് പുകയ്ക്കണത്. ഇതിന്റെ അടിയിലാണ്. ഇപ്പൊ വിറകൊക്കെ തീർന്നിരിക്കുക. വലിയ മുട്ടിത്തടി ഉണ്ടായിരുന്നു, അത് തീർന്ന്. ഇതില്ല ഇപ്പൊ ഈ മുട്ടിത്തടിയില്ല, ഇതിനേക്കാളും ഒരു 4 മുട്ടി കൂടുന്നത്രയുള്ള വലിയ മുട്ടിത്തടിയൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ടാകും. നമുക്ക് വിറക് വെട്ടിയിട്ട് അതൊക്കെയാണ് വെച്ചിരുന്നത്.
ഇന്നിപ്പോ നമ്മൾ തീ പിടിപ്പിച്ച് മറ്റേ ഇതൊന്നും പുളി തുടങ്ങിയതൊക്കെ പിന്നെ പുകച്ചിട്ടില്ല, തീ പിടിപ്പിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. ഇന്നലെ വിറവ് മുട്ടി കുറവായിരുന്നു വെച്ചത്. അപ്പൊ നമ്മൾ ഇന്നിപ്പോ തീ പിടിപ്പിച്ച് ഇതുപോലെ പുകയെടുത്ത് നമുക്ക് പുക കൊണ്ട് കണ്ണൊന്നും കാണാൻ പാടില്ല. ഇതുപോലെ എപ്പോഴും പുകഞ്ഞോണ്ടിരിക്കും. കണ്ണും കാണാൻ പാടില്ല, വീഡിയോ എടുക്കുമ്പോ അമ്മേനെയും കാണാൻ പറ്റത്തില്ല, അതുപോലെ പുകയാ. പുളി ഇങ്ങനെ പുകഞ്ഞോണ്ടിരിക്കണം, തീ എരിയരുത്. നമ്മളെ പിന്നെ പോയാനുള്ളതാണ് ഇങ്ങനെ പതിനേതിന്റെ മണ്ടേ നമ്മൾ കുറെ ഈ വലിയ മുട്ടിത്തടി എടുത്തങ്ങ് വെക്കും അല്ലേ? തീ ഇച്ചിരി കണ്ണിലാവും, കണ്ണിലായിട്ട് വേണം വെക്കാം അല്ലേ? നമ്മള് പുളിക്കൊക്കെ കാര്യം പറഞ്ഞാൽ 10, 300, 350 രൂപയൊക്കെയാണ് വിലയുള്ളൂ കാര്യം പറഞ്ഞല്ലേ. 300 രൂപയ്ക്കൊക്കെ കിട്ടും പുളി അല്ലേ? പഴയ പുളി 300 കിട്ടത്തില്ല. പഴയ പുളിക്ക് എത്ര കൊടുക്കണമേ? പഴയ പുളി ഇപ്പൊ നമ്മള് 350 കൊടുക്കണേ. അപ്പൊ ഇത്രയൊക്കെ വിലക്ക് നമ്മൾ പുളി കൊടുക്കുമ്പോ ഈ ഒരു കഷ്ടപ്പാടും അധ്വാനം നോക്കുമ്പോ ഒന്നും അല്ല അല്ലേ? ഒന്നുമല്ല. പിന്നെ നമുക്ക് ഉണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ കളയാൻ പറ്റൂലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഈ കഷ്ടപ്പാടെല്ലാം. നമ്മളെ പുളി വിൽക്കുന്നുണ്ട് കേട്ടോ, കാരണം ഇത്രയും പുളി നമുക്ക് ആവശ്യമില്ലല്ലോ. എന്നുവെച്ചാൽ ഒരു ബൾക്ക് എമൗണ്ട് ഒന്നും നമുക്ക് കൊടുക്കാനായിട്ടില്ല, അല്ല ബൾക്ക് ക്വാണ്ടിറ്റി ഒന്നും നമുക്ക് കൊടുക്കാനായിട്ടില്ല. പുളി ഇരിക്കുന്നു കൊടുക്കാനില്ല. അത്രയൊക്കെ ഉള്ളൂ നമുക്ക് കൊടുക്കേണ്ടത്. നമുക്കൊരു വർഷം ഒരു 10 കിലോ പുളി കിട്ടുമായിരിക്കും ഉണങ്ങിയത് അല്ലേ? ഉണങ്ങുമ്പോ ഒരു 10 കിലോ പുളി കിട്ടും, അത്രേ ഉള്ളൂ. 10 കിലോ പുളി എന്ന് പറഞ്ഞാല് 3500 രൂപ അല്ലേ? ആ 3500 രൂപയ്ക്ക് ഇവിടുത്തെ അധ്വാനം നോക്കിയിട്ടുണ്ട്. ഇപ്പൊ എത്ര ആഴ്ചയായി ഇവിടെ പുളി പൊളിക്കാൻ തുടങ്ങിയിട്ട്? 15 ദിവസത്തോളായി പുളി പൊളിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ ഇതൊക്കെ വലിയ ബൾക്കായിട്ട് പുളിയുള്ള ആൾക്കാർക്ക് ഇതൊക്കെ ലാഭം അല്ലെ? വലിയ പുളിമരം ഒത്തിരി പുളിയൊക്കെ ഉള്ള ആൾക്കാരെ സംബന്ധിച്ച് അപ്പൊ ഒരു കാര്യം അവരൊന്നിച്ച് കുലുക്കും അല്ലെ? കേറാൻ പറ്റത്തില്ല. നമ്മുടെ പുളിമരത്തിലും കേറാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ഒന്നിച്ച് അല്ലേ ഉണങ്ങി തീരുവായിരുന്നു. ഇതിപ്പോ ദിവസങ്ങളും മാസങ്ങളും എടുത്തിട്ടാണ് നമ്മളിവിടെ ഉണങ്ങുന്നത് അല്ലേ? അപ്പൊ നമ്മളിത് തീ കത്തിച്ച് കഴിഞ്ഞിട്ട് നമ്മളിത് ഇതുപോലെ കൂവയില എന്തെങ്കിലുമൊക്കെ അല്ലേ പുകയാവാനായിട്ട് അല്ലേ? പുളി കരിയും പോയി. അപ്പൊ നമ്മളിത് ഇതിങ്ങനെ ഇതിനകത്ത് വെക്കുമ്പോഴുണ്ടല്ലോ നന്നായിട്ട് അടിയിലിരിക്കുന്ന വിറവ് കത്തുകയും ചെയ്യും, പുക ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് നമ്മുടെ ഈ പുളി പുകഞ്ഞുന്നത് അല്ലേ? അപ്പൊ നമ്മുടെ ഈ പുളി ഉണങ്ങി കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്ത് വേറൊരു പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇല്ലത്തും കരി നമ്മൾ ഈ പുകയേറെ അത് കുറച്ച് മതി കേട്ടോ, പുക കുറവുണ്ട്. അപ്പൊ അത് ഇച്ചിരി ചേർക്കണം. നമ്മുടെ ഇല്ലത്തും കരി ആവശ്യമില്ല. പിന്നെ ഉപ്പ് നല്ലപോലെ ഉപ്പ് വേണം. ഉപ്പും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഈ പുളി നല്ലപോലെ തിരുമണം നമ്മൾ. ഏതൊക്കെ ഇല്ലത്തും കരിയും ഉപ്പും വെളിച്ചെണ്ണയും കൂടെ നല്ല എണ്ണയൊന്നും ചേർക്കരുത് കേട്ടോ, എണ്ണ ചേർത്താൽ പുളി കൊള്ളൂല്ല. വെളിച്ചെണ്ണ തന്നെ വേണം ചേർത്ത് നമ്മൾ തിരുമി. എണ്ണ നമ്മൾ ഉദ്ദേശിച്ച സൺഫ്ലവറോ പാം ഓയിലോ ഒന്നും ചേർക്കല്ല, വെളിച്ചെണ്ണ തന്നെ വേണം. എന്നിട്ട് നമ്മൾ തിരുമിയിട്ട് നല്ല പായലോ പനമ്പേലോ ചാക്കയിലോ മണ്ണൊന്നും പറ്റരുത്. നല്ല വെയിലത്ത് 2 ദിവസം ഉണങ്ങണം അത് വെയിലത്തിട്ട്. പിന്നെ പുകയത്തിടരുത് കേട്ടോ. അവിടെ ഉണങ്ങിയിട്ടാണ് നമ്മളത് വാരി പിന്നെ പാത്രത്തിനകത്തിട്ട് കെട്ടി ഭദ്രമായിട്ട് വെക്കുവാണ്. എത്ര വർഷം വേണേലും ഇവിടെ 3-4 കൊല്ലത്തെ പുളി ഇവിടെ ഇരിപ്പുണ്ട്. ഞങ്ങൾ മേടിച്ച പുളിയായിരുന്നു അത്. 4 വർഷമായ പുളി ഇപ്പോഴും ഞങ്ങൾ അതാണ് കൂട്ടുന്നത്. അതായത് നമുക്കിപ്പോ ശരിക്കും പുളി നന്നായിട്ട് ഉണ്ടാകാൻ തുടങ്ങിയിട്ട് 3 കൊല്ലമായിട്ടുള്ളൂ. അതിന് മുമ്പ് നമ്മൾ പുളി വാങ്ങിക്കുമായിരുന്നു അല്ലേ? നമ്മുടെ പുളി കായ്ച്ചു തുടങ്ങിയിട്ട് ഇപ്പൊ 3 അല്ലെ കായ്ക്കുന്നുണ്ട്. പക്ഷെ ഇതുപോലെ നമുക്ക് ഒരു 10 കിലോ ഒക്കെ കിട്ടുന്ന രീതിയിലേക്ക് മാറിയിട്ട് അല്ലേ? അത്രേ ആയിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്റെ ഈ പുളി ഉണങ്ങുന്ന പരിപാടി ഇഷ്ടപ്പെട്ട് കാണും ഞാൻ വിശ്വസിക്കാറുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യും കമന്റും ചെയ്യണം. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക അല്ലേ? അതൊക്കെ ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം.